ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കുട്ടനാടൻ മേഖലയിലെ വെള്ളം അപ്പർ കുട്ടനാട് മേഖലയിലെ വെള്ളം ഒഴുകി പോകുന്നതിനായി തോട്ടപ്പള്ളി പൊഴി മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചില തർക്കങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. കാരണം കിഴക്കൻ മേഖലയിലെ വെള്ളം ഒഴുകി പോകാനായി തോട്ടപ്പള്ളി പൊഴി മുറിക്കുമ്പോൾ അവിടുത്തെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ അതിനെതിരാണ്, അവരതിൽ പ്രതിഷേധിക്കുന്നു എന്ന തരത്തിൽ വളരെ വ്യാപകമായി അത്തരം ഒരു പ്രചരണം നടന്നിരുന്നു. പക്ഷേ ഒരിക്കലും മത്സ്യത്തൊഴിലാളികളോ തീരദേശവാസികളോ പൊഴി മുറിക്കുന്നതിനെതിരല്ല. അവിടെ എത്ര വീതിയിലോ എത്ര ആഴത്തിലോ പൊഴി മുറിച്ചാലും എത്രയും പെട്ടെന്ന് വെള്ളം ഒഴുകി പോകണമെന്ന് തന്നെയാണ് തീരദേശവാസികളുടെയും ആഗ്രഹം. അവിടുത്തെ പ്രശ്നം അവിടെ കരിമണൽ ഖനനത്തിനെതിരെയാണ് സമരം നടന്നത്. തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതിൻ്റെ പേരിൽ ഈ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഇല്ലാതാക്കാനെന്ന പേരിൽ 4 വർഷമായി തോട്ടപ്പള്ളിയിൽ നടക്കുന്ന അനധികൃതമായ കരിമണൽ ഖനനം, എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് നടക്കുന്ന കരിമണൽ ഖനനം. കാരണം നൂറുകണക്കിന് ആയിരക്കണക്കിന് ലോറികളിൽ കരിമണൽ വളരെ വ്യാപകമായി കടത്തിക്കൊണ്ടുപോയി രാത്രിയും പകലും എന്നില്ലാതെ കൂറ്റണി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കരിമണൽ എടുത്ത് കൊണ്ടുപോകുന്നതിനെയാണ് തീരദേശവാസികൾ എതിർത്തത്. കരിമണൽ എടുത്ത് കൊണ്ടുപോയതിൻ്റെ ദൂഷ്യവശം ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും കുട്ടനാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ 3 വർഷത്തെ അനധികൃത കരിമണൽ ഖനനത്തിൻ്റെ ഫലമായി ഈ പൊഴി കടൽക്ഷോഭത്തിന് ശേഷം അടയാതെ വന്നപ്പോൾ കുട്ടനാട്ടിലെ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു പോയതിൻ്റെ കെടുതി അനുഭവിച്ചത് അതേ കുട്ടനാട്ടിലെ ജനങ്ങളാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കം മൂലം അവർ കഷ്ടപ്പെടുകയാണ്. ഈ പൊഴി മുറിക്കുന്നതിന് ആരും തടസ്സം നിൽക്കുന്നില്ല. കാരണം കരിമണൽ ഖനനമില്ല, പൊഴി മുറിക്കുന്നതിന് ആർക്കും ഒരു വിരോധമില്ല, ആർക്കും തടസ്സമില്ല. ഇവിടെ ഇതിൻ്റെ പേരിൽ നടന്ന കരിമണൽ ഖനനത്തിനെതിരെ അതിനെതിരെയാണ്. കാരണം ഈ കരിമണൽ ഖനനത്തിനെതിരെ സമരം ചെയ്തതിൻ്റെ 4 വർഷം തികയാണ്. ആ സമരം ഇപ്പോഴും തുടരുകയാണ്. പൂർണ്ണമായും കരിമണൽ ഖനനം ഇല്ലാതാക്കുന്നതുവരെ ആ സമരം തുടരുകയും ചെയ്യും. ഇവിടെ കരിമണൽ എടുക്കാതെ എത്ര മീറ്റർ ആഴത്തിലോ എത്ര വീതിയിലോ പൊഴി മുറിച്ചാലും തീരദേശവാസികൾക്ക് യാതൊരു പ്രശ്നമില്ല, അവരാരും അതിനെ എതിർക്കത്തില്ല. കാരണം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി കരിമണൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ കരിമണലാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയെന്നും അതിൻ്റെയൊക്കെ പങ്ക് ആർക്കൊക്കെ കിട്ടിയെന്നും എല്ലാം നമ്മുടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് എതിരല്ല. തോട്ടപ്പള്ളി പൊഴി മുറിക്കട്ടെ, എല്ലാ പൊഴികളും മുറിക്കട്ടെ. കുട്ടനാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണം തന്നെയാണ് തീരവാസികൾ ആഗ്രഹിക്കുന്നത്. അവരൊരിക്കലും അതിനെതിരല്ല.